വെള്ളി വാങ്ങാൻ പ്ലാൻ ഉണ്ടോ എങ്കിൽ ഈ വാർത്ത നിങ്ങൾ അറിഞ്ഞിരിക്കണം. സ്വർണത്തേക്കാൾ വേഗത്തിൽ വെള്ളി കുതിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ 1 ഗ്രാം വെള്ളിയുടെ വില 290 രൂപയാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷന്റെ കണക്കുകൾ അനുസരിച്ച് വെള്ളി വിലയിൽ വലിയൊരു മാറ്റമാണ് വന്നിരിക്കുന്നത്. ഇത് കേവലം ഒരു ചെറിയ വർധനവല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു സാമ്പത്തിക മാറ്റത്തിന്റെ സൂചനയാണ്. എന്തുകൊണ്ടാണ് വെള്ളിക്ക് പെട്ടെന്ന് വില കൂടിയത്? ഇതിന് പിന്നിലെ പ്രധാന കാരണം അന്താരാഷ്ട്ര വിപണിയിലെ രാഷ്ട്രീയ മാറ്റങ്ങളാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ചില ഇടപെടലുകൾ ആഗോള വിപണിയെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിക്കാൻ പോകുന്നു എന്ന സൂചനകൾ വന്നതോടെ ഡോളറിന്റെ മൂല്യം അല്പം കുറഞ്ഞു. സാധാരണയായി ഡോളർ ദുർബലമാകുമ്പോൾ നിക്ഷേപകർ സുരക്ഷിതമായ താവളം എന്ന നിലയിൽ വെള്ളിയെയും സ്വർണത്തെയും ആശ്രയിക്കും. ഇതാണ് MCX വിപണിയിൽ വെള്ളിയുടെ വില 4% ഉയരാൻ കാരണമായത്. പക്ഷേ വെള്ളിയുടെ ഈ കുതിപ്പിന് പിന്നിൽ മറ്റൊരു രഹസ്യം കൂടിയുണ്ട്. വെള്ളി വെറുമൊരു ആഭരണ ലോഹം മാത്രമല്ല, ഇതൊരു ഇൻഡസ്ട്രിയൽ മെറ്റൽ കൂടിയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, സോളർ പാനലുകൾ എന്നിവയിലെല്ലാം വെള്ളി ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. ലോകം ഗ്രീൻ എനർജിയിലേക്ക് മാറുമ്പോൾ വെള്ളിയുടെ ആവശ്യം ഇനിയും കൂടും. അതുകൊണ്ട് തന്നെ വെള്ളിയുടെ ഡിമാൻഡ് വരും വർഷങ്ങളിൽ റെക്കോർഡുകൾ ഭേദിക്കുമെന്നാണ് പല അന്താരാഷ്ട്ര ഏജൻസികളും പറയുന്നത്. നമ്മൾ മലയാളികൾ സാധാരണയായി സ്വർണത്തിന്റെ വില കൂടുമ്പോഴാണ് ടെൻഷൻ അടിക്കാറുള്ളത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി വെള്ളിയുടെ ഗ്രാഫ് ശ്രദ്ധിച്ചാൽ അത് സ്വർണത്തേക്കാൾ ലാഭം തരുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 2025 വെള്ളി നൽകിയ ലാഭം പലരെയും അമ്പരപ്പിച്ചിരുന്നു. 1 ഗ്രാം വെള്ളിക്ക് 290 രൂപ എന്നത് സാധാരണക്കാർക്ക് അല്പം പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. വെള്ളിക്കൊലുസോ പാത്രങ്ങളോ വാങ്ങാൻ പ്ലാൻ ചെയ്തവർക്ക് ഇനി അല്പം കൂടുതൽ പണം കയ്യിൽ കരുതേണ്ടി വരും. പലരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ വെള്ളി വാങ്ങുന്നത് ബുദ്ധിയാണോ എന്ന്. ഇതിന് 2 വശങ്ങളുണ്ട്. നിങ്ങൾ ആഭരണം വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വില ഇനിയും കൂടുന്നതിന് മുൻപ് വാങ്ങുന്നത് നന്നായിരിക്കും. എന്നാൽ ഒരു നിക്ഷേപം എന്ന നിലയിലാണ് നിങ്ങൾ വെള്ളിയെ കാണുന്നതെങ്കിൽ വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ കൂടി ശ്രദ്ധിക്കണം. വെള്ളി സ്വർണത്തേക്കാൾ വേഗത്തിൽ വില കൂടാനും അതുപോലെ തന്നെ താഴേക്ക് വരാനും സാധ്യതയുള്ള ഒരു ലോഹമാണ്. ഇതിനെ ഹൈ ബീറ്റ എന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിളിക്കുന്നത്. ഇപ്പോഴത്തെ ഈ വിലക്കയറ്റം വരും ദിവസങ്ങളിലും തുടരാൻ സാധ്യതയുണ്ടോ? വിദഗ്ധരുടെ അഭിപ്രായത്തിൽ വെള്ളിയുടെ സപ്ലൈ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഖനികളിൽ നിന്നുള്ള ഉൽപാദനം കുറയുന്നതും ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് കൂടുന്നതും വിലയെ സ്വാധീനിക്കും. കേരളത്തിലെ വിപണിയിൽ വിവാഹ സീസണുകൾ എത്തുമ്പോൾ വെള്ളിയുടെ ആവശ്യം വീണ്ടും വർദ്ധിക്കും. അതിനാൽ 290 രൂപ എന്നത് ഒരു തുടക്കം മാത്രമാണോ എന്ന് നമ്മൾ കണ്ടറിയണം. നിങ്ങളൊരു നിക്ഷേപകനാണെങ്കിൽ വെള്ളിയെ എങ്ങനെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താം? നേരിട്ട് വെള്ളി വാങ്ങുന്നതിന് പകരം സിൽവർ ETF-കൾ അല്ലെങ്കിൽ ഡിജിറ്റൽ സിൽവർ എന്നിവയും ഇന്ന് ലഭ്യമാണ്. ഇത് സൂക്ഷിക്കാനുള്ള എളുപ്പവും വിൽക്കുമ്പോഴുള്ള സുതാര്യതയും വർദ്ധിപ്പിക്കുന്നു. വിപണിയിലെ ഇത്തരം പുതിയ വിശേഷങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോവുക. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, വിപണി എപ്പോഴും റിസ്ക് ഉള്ളതാണ്. ആഗോള വിപണിയിലെ ഓരോ ചലനവും നമ്മുടെ നാട്ടിലെ വിലയെ ബാധിക്കും. അതുകൊണ്ട് പണം മുടക്കുന്നതിന് മുൻപ് കൃത്യമായി പഠനം നടത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. സാമ്പത്തിക ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി ET മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച ചെയ്യുക. ഓഹരി വിപണിയിലെയും കമ്മോഡിറ്റിയിലെയും വിപണിയിലെയും മാറ്റങ്ങൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി മാത്രം മുന്നോട്ട് പോവുക.